ഇന്ന് ഇത് മത്തങ്ങയാണ്, പംകിൻ കൊണ്ട് മത്തങ്ങ കൊണ്ട് നമുക്ക് ഒരു സബ്ജി എങ്ങനെയാണ്, നോർത്ത് ഇന്ത്യൻ സബ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പലർക്കും മത്തങ്ങ ഉടച്ച് പയറും ഇട്ട് ഉടച്ച് കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. പക്ഷേ ഇത് റൊട്ടിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സബ്ജിയാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് എണ്ണ ഇട്ട്, എണ്ണ ചൂടായി അതിന് ശേഷം ജീരകവും അതിൻ്റെ സ്വല്പം അതിൻ്റെ കൂടെ തന്നെ ഉലുവ സ്വല്പം ഉലുവയും ഇട്ട് കടുക് പൊട്ടിക്കണം. അതിനുശേഷം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി സ്വല്പം ഇട്ടാലും കുഴപ്പമില്ല. ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് വഴന്ന് ഒരു പകുതിയാകുമ്പം 2 വറ്റൽമുളകും ഇട്ട് നല്ലതായിട്ട് വഴറ്റുക. അതിനുശേഷമായിട്ട് ഉള്ളിയൊക്കെ നല്ലതായിട്ട് മൂത്തതിന് ശേഷം മല്ലിപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു 2-2.5 സ്പൂണും, സ്വല്പം മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി ഒരുപാട് എരി വേണ്ടിയവർക്കാണെങ്കിൽ മുളക് പൊടി സ്വല്പം ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ പച്ചമുളകിൻ്റെ എരി മതിയായിരിക്കും. അത് നല്ലതായിട്ട് വഴറ്റുക. അത് നല്ലതായിട്ട് വഴന്നതിന് ശേഷം ഇനി നമുക്ക് മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൈങ് പാനിലേക്ക് ഇടാം. അതിനെ തുടർന്ന് സ്വല്പം ഉപ്പിട്ടു, സ്വല്പം കായപ്പൊടി, ഒരു നുള്ളു മതി. അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു ലിഡ് വെച്ച് അടച്ച് വേകാൻ സമയം കൊടുക്കുക. ഇതിപ്പം ഞാൻ തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇത് പകുതി വെന്തിട്ടുണ്ട്. ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു എണ്ണയ്ക്കകത്ത്. പിന്നെ ആവിയിൽ നല്ലതായിട്ട് വേകുന്നുണ്ട്, വെള്ളമൊക്കെ നല്ലതായിട്ട് ഇറങ്ങുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ തന്നെ മത്തങ്ങയുടെ വെള്ളം ഇറങ്ങുന്നുണ്ട്. പിന്നെ ഒരു സ്വല്പം ഗരം മസാല ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഗരം മസാല ഇട്ടു. അതിനുശേഷം ഒന്നുകൂടെ നമുക്ക് ഇത് അടച്ചു വെക്കാം, എന്നാലേ ഇത് നല്ലതായിട്ട് വേഗത്തുള്ളൂ. ഇതിപ്പം ഞാൻ തുറന്ന് നോക്കി, നല്ലതായിട്ട് ഒന്ന് ഒരെണ്ണം ജസ്റ്റ് നോക്കുക, വെന്തിട്ടുണ്ട് നല്ലതായിട്ട്. പിന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. ഇനിയും വേണമെങ്കിൽ തുറന്നും വെക്കാം, അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി സ്വല്പം മല്ലിയില ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടുക ഇതിൻ്റെ പുറത്ത്. അതിനുശേഷം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാം, നല്ലതാണ്. ഡ്രൈ ആയിട്ട് വേണ്ടിയവർക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം, ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ്. ഇല്ലെങ്കിൽ ചാറ് വേണ്ടിയവർക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ആവിയിൽ വേവിക്കുമ്പോൾ അതിനൊരു ഗ്രേവിയും കിട്ടും. അങ്ങനെയും നല്ലതാണ്.